കോടതിയിലെ വിചാരണ നടപടികൾക്ക് കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും. എന്നാൽ എപ്പോൾ വേണമെങ്കിലും വീണ വിജയനെ അറസ്റ്റും ചെയ്യാം. SFIO നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ ഇനി പിണറായി വിജയൻ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നാണ് ഇപ്പോൾ നൽകുന്ന സൂചന. ഏതായാലും എന്നും സംഭവിക്കാമെന്ന ആശങ്കയാണ് ക്ലിഫ് ഹൗസിൽ ഇപ്പോഴുള്ളത്. പിണറായിയും കൂട്ടരും സംശയിക്കുന്നതും ഈ തരത്തിൽ തന്നെയാണ്. ഇത് BJPയിലെ നേതൃമാറ്റം കാരണമായോ എന്ന് പോലും ചിന്തിക്കുന്നവരുമുണ്ട്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർക്കാൻ അനുമതി നൽകിയതിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ മാറ്റം പോലുമുണ്ട് എന്ന് CPM സംശയിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷനായി മാറിയ രാജീവ് ചന്ദ്രശേഖർ കേരളം പിടിക്കാൻ വ്യക്തമായ കർമ്മ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണോ ഈ അതിവേഗ നടപടി എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ പ്രോസിക്യൂഷന് അനുമതി നൽകിയിട്ടുള്ളത്. ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് ഡൽഹിയിലെ കേരള ഹൗസിൽ പിണറായി വിരുന്നൊരുക്കിയിരുന്നു. ഈ അനൌദ്യോഗിക ചർച്ചകൾ എന്തിനാണെന്ന് ഇന്നും പുറത്തുവരാത്ത രഹസ്യമാണെന്ന തരത്തിൽ ചിലർ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. വീണ വിജയനെ രക്ഷിക്കാനാണോ ഈ കൂടിക്കാഴ്ച എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ധനമന്ത്രാലയത്തെ സ്വാധീനിക്കാനുള്ള നീക്കമായി ഇതിനെ പലരും വിലയിരുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എല്ലാം മാറ്റിമറിച്ചുവെന്നും എന്നാൽ അതൊന്നുമായിരുന്നില്ല, വെറും സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നുവെന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടി അധ്യക്ഷനായ ശേഷം ഡൽഹിയിലെത്തിയ രാജീവ് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയോ എന്നും സംശയിക്കുന്നവരും കുറവല്ല. ഇതും വീണ കേസിൽ പ്രതിഫലിച്ചുവോ എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനികളും വിലയിരുത്തുന്നു. സേവനമൊന്നും നൽകാതെ 2.7 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് വീണയ്ക്കെതിരെയുള്ള കണ്ടെത്തൽ. ഇതോടെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിച്ചതോടെ മാസപ്പടി കേസ് വീണ്ടും ഇടതു സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തലവേദനയാവുകയാണ്. പ്രതിപക്ഷം ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. SFIO റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളെ ഒരു വിധത്തിൽ പ്രതിരോധിച്ചു നിന്ന പാർട്ടിയെയും സർക്കാരിനെയും കുരുക്കിലാക്കുന്ന നടപടി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. മധുര പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ മൂന്നാം ഇടതു സർക്കാർ എന്ന പ്രചാരണ മുദ്രാവാക്യം ഉയർത്തി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനൊരുങ്ങിയ മുന്നണിക്ക് വലിയ തലവേദനയാവുകയാണ് മാസപ്പടി കേസ്. വീണയെ കൂടാതെ CMRL MD ശശിധരൻ കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയുള്ള SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. CMRLുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമക്കേടുകളും കണ്ടെത്തിക്കഴിഞ്ഞു. ആകെ 182 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് കണ്ടെത്തൽ. രാഷ്ട്രീയ നേതാക്കളും പണം കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയപരമായി തന്നെ BJPയും ചർച്ചയാക്കും. കേരളത്തിലെ നമ്പർ 1 ശത്രു CPM ആകണമെന്ന നിലപാടിൽ തന്നെയാണ് BJP. മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് കേരളം ഇപ്പോൾ കാത്തിരിക്കുന്ന വലിയ ആകാംക്ഷകളിലൊന്ന്. വീണ അടക്കമുള്ളവർക്ക് ഉടൻ SFIO സമൻസ് അയക്കും. അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണ അടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതയേറുകയാണ്. മാസപ്പടി അടിവരയിട്ട് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഇപ്പോഴത്തെ അനുമതിയും. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവും ROC കണ്ടെത്തലും കഴിഞ്ഞ് SFIOയും മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ചെയ്യാത്ത സേവനത്തിലുള്ള പണമാണെന്ന് വ്യക്തമാക്കുന്നു. ഈ 3 ഏജൻസികളും ഒരേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസപ്പടി കേസിൽ വീണ വിജയന്റെ വലിയ നിർണായകമാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വീണ വിജയന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ നീങ്ങും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.